അയ്യ വണക്കം. അങ്ങനെ നമ്മുടെ കേരളത്തിലും SIR വന്നിരിക്കുകയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് വന്നിരിക്കുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണമൊക്കെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നു എന്ന് വേണം ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ. അത് പറഞ്ഞപ്പോഴാണ്, അതായത് ഇലക്ഷൻ്റെ പ്രകടന പത്രിക സമർപ്പിക്കുന്ന സമയത്ത് ഈ ഏരിയ കണ്ടുവല്ലെന്നാണ് രാഹുൽ ഗാന്ധിയോട് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ മുട്ടുകാല് തല്ലി ഓടിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല. ബീഹാറിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൊടി പോലും കാണാനില്ല. വോട്ട് ചോരി പിന്നെ കാണാനും കേൾക്കാനും ഇല്ല എന്നുള്ളതാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും നമ്മുടെ SIR കേരളത്തിൽ വന്നു കഴിഞ്ഞ ആ നിമിഷം തന്നെ ഇത് വല്ലാത്ത ചതിയായിപ്പോയി എന്നാണ് ഇലക്ഷൻ കമ്മീഷനെയും കേന്ദ്രത്തെയും നോക്കി നമ്മുടെ മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തെ ഇകഴ്ത്താനും രാജ്യത്തെ പല രീതിയിലും അസ്ഥിരപ്പെടുത്താനുമുള്ള നീക്കമാണ് എന്നിങ്ങനെയുള്ള സ്വാഭാവികമായിട്ട് എന്തൊക്കെയാണോ പറയുന്നത്, അടുത്തൊരു വിഷയം വരുമ്പം ഇത് അപ്പുറത്തും ഇപ്പുറത്തും തിരിച്ചെടുത്തിടും. അതായത് ഈ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് ആദ്യം എടുത്തിട്ടിട്ട് ആദ്യത്തെ വാക്കെടുത്ത് രണ്ടാമതുണ്ട്, അങ്ങനെ രണ്ട് ഡയലോഗ് അടിക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഈ SIR വന്ന ശേഷം എന്തായിരുന്നാലും ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കും. അത് നടപ്പിലാക്കുമ്പോൾ നമ്മുടെ ഭായിമാരെല്ലാം ഇപ്പോൾ കിടന്ന് നെട്ടോട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ. അതായത് നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഈ ഒരു സെറ്റപ്പ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മറ്റേ സാധനം എടുക്കാം അല്ലേ? അതായത് സ്വതസിദ്ധമായിട്ടുള്ള അതേ സാധനം. അതെ, ഇതിവിടെ നടപ്പിലാക്കില്ല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഒരു പ്രമേയം അങ്ങോട്ട് പാസ്സാക്കും. ഒരു ലോഡ് പ്രമേയമാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം, കർഷക ബില്ല്, അങ്ങനെ പല 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 കാര്യങ്ങളിൽ പാസ്സാക്കിയ പ്രമേയം. ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഗവർണറായിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചവറ്റുകുട്ടയിൽ എടുത്തെറിയും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് പ്രമേയം പാസ്സാക്കി അങ്ങോട്ടേക്ക് വിടും. ഇത് ഗവർണറുടെ കയ്യിലോട്ടാണല്ലോ പോകുന്നത്. ഗവർണർ ഇത് കണ്ടിട്ട് ഇതിന് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും കൊടുക്കാതെ അതുപോലെ ചുരുട്ടിക്കൂട്ടി നേരെ വേസ്റ്റ് ബിന്നിലോട്ട് ഇടുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അങ്ങനെ വിടാനായിട്ട് നമ്മുടെ സർക്കാർ തീരുമാനിച്ചില്ല, കുറച്ചുകൂടെ കടുപ്പിച്ചു. അതായത് CPM CPI അടക്കമുള്ള സകല പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എതിർക്കാൻ നിൽക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി കസേര തെറിയും എന്നാണ് ജ്ഞാനേഷ് കുമാർ, അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസർ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനേഷ് കുമാർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എക്സാക്ട്ലി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു, വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം, ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം ഇവിടെ നടപ്പിലാക്കിയില്ലെങ്കിൽ അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഈ ഭരണഘടന എന്ന് പറയുന്ന സാധനം അതിങ്ങനെ കയ്യിൽ പൊക്കി പിടിച്ചാൽ മാത്രം പോലെ അത് തുറന്ന് വായിക്കണം എന്നുകൂടെ ജ്ഞാനേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം SIR നടത്തുമ്പോൾ ആർട്ടിക്കിൾ 324 ബ്രാക്കറ്റിൽ 6 അത് പ്രകാരം ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ സംസ്ഥാന സർക്കാർ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നൊരു കിംവദന്തി കേട്ടല്ലോ. അതായത് സംസ്ഥാന സർക്കാരാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെയും ഇവിടെയുള്ള BLOമാരെയൊക്കെ സെറ്റ് ചെയ്ത് ഇലക്ഷൻ കമ്മീഷനിലോട്ട് കൊടുക്കേണ്ടത്, സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിട്ടു തന്നില്ലെങ്കിൽ അത് വലിയ പണിയാവും. അത് വലിയ പണിയാവും എന്ന് പറഞ്ഞാൽ ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ട് അതിനെ കണക്കാക്കപ്പെടും. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വെല്ലുവിളിയായിട്ട് അതിനെ എന്ത് ചെയ്താൽ, അതിനെ നമ്മൾ കണക്കാക്കിയാൽ പിന്നെ കേരളത്തിൽ സംഭവിക്കുന്നത് രാഷ്ട്രപതി ഭരണമായിരിക്കും എന്നും ജ്ഞാനേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ വെറുതെ ജുജുബി. അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്കറിഞ്ഞൂടെ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്ത് പറയുന്നു അത് പറയുന്നതിനെക്കാട്ടിലും സ്പീഡിൽ ഇവിടെ നടപ്പാക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്നത്. പക്ഷേ പേര് മാറ്റിയായിരിക്കും അദ്ദേഹം നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയെ ഇപ്പോൾ അതിഭീകരമായിട്ട് എതിർക്കുന്നുണ്ട്. ആര്? CPI. അത് എതിർക്കുന്നു എന്ന രീതിയിൽ നമ്മുടെ നാട്ടുകാരെ മുഴുവൻ കൺവിൻസ് ചെയ്യിക്കാനുള്ളൊരു നാടകമാണ് അവിടെ കളിക്കുന്നത്. പ്രധാനമായിട്ടും ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയെ നമ്മുടെ നാട്ടിൽ എതിർക്കുന്നത് ആരാണ്? ഈ സുഡാപ്പികളാണ്. അപ്പോൾ സുഡാപ്പികൾ എന്ന് പറയുന്നത് നല്ല യമണ്ട വോട്ട് ബാങ്കാണ്. ഈ വോട്ട് ബാങ്കായിട്ടുള്ള യവന്മാരുടെ മുമ്പിൽ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ PM ശ്രീ ഇവിടെ നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന് ക്ഷീണമാണ്. പോരാത്തതിന് പല രീതിയിലും UDF അവരെ പറഞ്ഞ് സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മൾ നടപ്പിലാക്കാം. അത് CPM നടപ്പിലാക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, പല്ലും നഖം ഉപയോഗിച്ച് അങ്ങ് എതിർത്തു. അപ്പം നടപ്പിലാക്കിയെന്നുമായി എതിർത്തെന്നുമായി. ഹിജാബ് വിഷയത്തിൽ നമ്മുടെ ശിവൻകുട്ടിയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്തത്? അതായത് ഒരു സൈഡിൽ നിന്ന് ചോദിക്കുന്നു, ഈ ഹിജാബ് വിഷയത്തിൽ ഈ പെൺകുട്ടി നേരിട്ടത് വലിയൊരു അട്രോസിറ്റി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശിവൻകുട്ടിയാണ് പറയുന്നത്, അതെ, പെൺകുട്ടി നേരിട്ടത് വലിയ അട്രോസിറ്റിയാണ്, സർക്കാർ പൂർണ്ണമായിട്ടും പെൺകുട്ടിയുടെ കൂടെയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു മതേതര സമൂഹം അംഗീകരിക്കുന്നതല്ല. പോരാത്തതിന് ഒരു മതനിരപേക്ഷ സമൂഹം എന്നുള്ള രീതിയിൽ സർക്കാർ ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു. എന്നിട്ട് ഒന്നുകൂടെ തിരിഞ്ഞിട്ട്, അല്ല, വേറൊരു കാര്യം കൂടെ പറയാം. അതായത് ആ സ്കൂളിനും
അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഇല്ലേ. അതുകൊണ്ട് അവർ ഹിജാബ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, അത്രയേ ഉള്ളൂ. അത് അവരുടെ രീതിയാണ്. ആ സ്കൂളിനകത്ത് മതം കയറ്റണ്ട എന്ന് തന്നെയാണ് അന്നും ഇന്നും സർക്കാരിൻ്റെ നിലപാട്. ആ സ്കൂളിലെന്നല്ല, ഒരു സ്കൂളിലും മതം കയറ്റണ്ട എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. ആരെങ്കിലും ഹിജാബ് വിഷയത്തിൽ മന്ത്രി ആ പെൺകുട്ടിയെ തള്ളിപ്പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ ബൈറ്റ് എടുത്ത് കാണിക്കാം. ഇനി ഹിജാബ് വിഷയത്തിൽ സ്കൂളിൻ്റെ ഭാഗത്തല്ലേ ശരിയും ചോദിച്ചാൽ ഈ ബൈറ്റ് എടുത്ത് കാണിക്കാം. രണ്ടും കാണിക്കാം. അപ്പോൾ ബാലൻസ് ആയില്ലേ. ഏതോ ഒരു സിനിമയിൽ ജഗതി അടിക്കാനായിട്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് കുപ്പി പൊട്ടിച്ച് മദ്യം ഒഴിക്കും. മദ്യം ഒഴിച്ചിട്ട് ജഗതിയോട് തിലകം ചോദിക്കും തൊട്ട് നോക്കാൻ ഒന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജഗതി പറയും, ജഗതി ഹോസ്പിറ്റലിലെ നേഴ്സാണ്. ജഗതി എന്ത് ചെയ്യും, കുറച്ച് വൈറ്റമിൻ ഗുളികളൊക്കെ എടുത്ത് വയ്ക്കും. എന്നിട്ട് പറയും ഒരു പെഗ് അടിക്കുക, ഒരു ഗുളിക എടുത്ത് കഴിക്കുക, എല്ലാം ബാലൻസായി എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമെന്ന് പറയുന്നത്. അതുപോലെ ഈ PM ശ്രീയിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്, അതുപോലെ ഈ SIRൽ സർക്കാർ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ അനുകൂലിക്കുന്നുണ്ട്. എന്തായാലും ഒപ്പിട്ടല്ലോ. ഇനി എന്തുകൊണ്ടാണ് സർക്കാർ ഇതിനെ അനുകൂലിച്ചത്? എന്നാൽ അനുകൂലിക്കുന്നില്ല. നോക്കൂ, സമരമുഖത്താണ് നമ്മൾ. നമ്മുടെ മുന്നണിയിലെ വേറൊരു പാർട്ടിയായിട്ടുള്ള CPI, ദ റിയൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അവർ സമരം ചെയ്യുന്നത് കണ്ടില്ലേ. അതിൻ്റെ ഇടയിൽ SFI കാണിച്ചൊരു മുട്ടാൻ കോമഡിയുണ്ട്. അതായത് ശിവൻകുട്ടി ഇതിൽ ഒപ്പിട്ടതിനെതിരെ ശിവൻകുട്ടിക്കെതിരെ കൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ SFIയുടെ ശിവപ്രസാദ് അണ്ണൻ. ഇത് PM ആർഷോയിലൊന്നും നിൽക്കില്ല, അതിനെക്കാട്ടിലും കൂടിയ ഐറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ABVP എന്ത് ചെയ്തു, നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് ABVP കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ ശിവൻകുട്ടി അണ്ണന് ഒരു അഭിനന്ദന കത്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലോട്ട് പോണ പോക്കില്ല പുകയില അവിടെ ഇവിടെ എല്ലാം കൂടെ നടക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം. അപ്പം നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഈ ഇലക്ഷൻ കമ്മീഷൻ അത് നടപ്പിലാക്കാൻ വരുമ്പോൾ അതിന് തടയിടാനായിട്ട് നിന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കസേര ധരിക്കും. പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇതുപോലെയായിരുന്നു. രാഷ്ട്രപതി ഒപ്പിട്ടൊരു ബില്ല് ഇവിടേക്ക് വരുമ്പോൾ ഇത് നടപ്പിലാക്കില്ല എന്ന് പറയാനായിട്ട് ഒരു അധികാരവും മുഖ്യമന്ത്രിക്കില്ല. കാരണം മുഖ്യമന്ത്രിയൊക്കെ ഭരണഘടനയ്ക്ക് താഴെയാണ്. ഭരണഘടനാപരമായിട്ട് രാഷ്ട്രപതി ഒപ്പിട്ട ബില്ല് ഇങ്ങോട്ട് വരുമ്പോൾ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ ആർട്ടിക്കിൾ 256 എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 56 പ്രകാരം കസേര തെറിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ നമ്മുടെ രാജ്യത്ത് ഈ അംബേദ്കർ എന്ന് പറയുന്ന മഹാമനീഷി, ദീർഘദർശി, താങ്കളെപ്പോലുള്ള പല ആൾക്കാർക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ആ സമയത്ത് പല ആൾക്കാർക്കും പറയാനുണ്ടായിരുന്നുള്ളൂ. അത് മുഖ്യമന്ത്രിയുടെ തലയിൽ കയറി കരുതൽ കേന്ദ്രം, ഡിറ്റൻഷൻ സെൻ്റർ ഒന്നുമല്ല, കരുതൽ കേന്ദ്രം ഇവിടെ കൊല്ലത്തും വയനാടും ഒക്കെ തുടങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നാലും ഈ PM ശ്രീയിലേക്ക് വരുമ്പോൾ PM ശ്രീയിൽ ഈ CPI സമരമുഖത്താണ്, അവരതിനെ എതിർക്കുന്നുണ്ട്, അത് ജെന്യുവനായിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ചില കമ്മിക്കുട്ടന്മാരുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നട്ടുച്ചയ്ക്ക് പിണറായി വിജയൻ വിളിച്ചുണർത്തിയിട്ട് പാദയാത്രയാണെന്ന് പറയടാ എന്ന് പറഞ്ഞാൽ അതേ സഖാവയാണ് എന്ന് പറയുന്ന ടീമാണ് അവർ. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ CPIയുടെ നിയന്ത്രണത്തിലുള്ള കാർഷിക സർവകലാശാല, ആ കാർഷിക സർവകലാശാല ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശം നടപ്പിലാക്കി. ആരാണ് സമരം ചെയ്യണത്? CPI. എന്തിനെതിരെയാണ് സമരം ചെയ്യുന്നത്? PM ശ്രീ. എന്തിനാണ് സമരം ചെയ്യുന്നത്? PM ശ്രീയിലൂടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാനായി സർക്കാർ ശ്രമിക്കുന്നു. ഇത് നമ്മുടെ മതേതരത്തെ കാർന്ന് തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. ഇത് നടപ്പിലാക്കിയത് ആരാണ്? അത് ഞങ്ങൾ തന്നെയാണ്. എവിടെ? അത് ഞങ്ങളുടെ കാർഷിക സർവകലാശാലയിൽ. ആര്? CPI. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ണി പൊടിയിട്ടുള്ള ഒരു കളിയാണെന്ന്. എന്തായാലും NEP പ്രകാരമുള്ള പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് ഇവരുടെ സർവകലാശാലയിൽ ഇവർ നടപ്പിലാക്കിയിട്ടുണ്ട്. ആര്? CPI. 2023 നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. ഇപ്പോഴൊന്നുമല്ല, അപ്പോഴേ നടപ്പിലാക്കി. അതായത് എന്തുകൊണ്ട് വന്നാലും രഹസ്യമായിട്ട് ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. ചിലപ്പോൾ പേര് മാറ്റിയായിരിക്കും നടപ്പിലാക്കുന്നത്. ഇപ്പോൾ PM ശ്രീ ഒപ്പിട്ട കേസ് വന്നപ്പോൾ തന്നെ നമ്മുടെ ശിവൻകുട്ടി സാറ് പറഞ്ഞത് PM ശ്രീ മാത്രമല്ല പല കേന്ദ്ര പദ്ധതികളും ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്, പേര് മാറ്റിയാണെന്നേ ഉള്ളൂ. അതായത് പാളിഷ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇറക്കും, അതിവിടെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ PM ശ്രീ പദ്ധതിയിൽ CPI എതിർപ്പ് ശക്തിയായി തുടരുന്നതിനിടെയാണ് CPI മന്ത്രിസഭയുടെ കീഴിലുള്ള സർവകലാശാലയിൽ NEP നടപ്പിലാക്കിയത്. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 2024 ഫെബ്രുവരിയിൽ ഇത് പ്രകാരമുള്ള നിയമനങ്ങൾ നടത്തുകയും ചെയ്തു. എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി നിയമനവും നടത്തി അവിടെ പഠിക്കാനും തുടങ്ങി എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരമുള്ള പോസ്റ്റാണ് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ്. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമാണ് അപേക്ഷ സ്വീകരിച്ചതെന്ന് നോട്ടിഫിക്കേഷനിൽ കൃത്യമായി പറയുന്നുണ്ട്. പോരാത്തതിന് അത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുകയാണ്. അതേസമയം PM ശ്രീ പദ്ധതിയിൽ കടുത്ത നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനും മാത്രം നിലപാട് എവിടെ കിടക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ നിലപാട് സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് കണ്ണുരുട്ടുന്നത് വരെയുള്ളൂ. ഈ നിലപാട് സ്വീകരിച്ച് അവസാനം ഈ നിലപാടെല്ലാം കൂടെ എവിടെ എടുത്ത് വയ്ക്കും എന്ന് മാത്രമേ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതെങ്ങാനും നടപ്പിലാക്കാൻ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ആരെ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ സെറ്റ് ചെയ്ത്
തന്നില്ലെങ്കിൽ നിങ്ങളെ കാര്യത്തിൽ ഒരു സെറ്റിങ്സ് ഞങ്ങൾ നടത്തും എന്ന് കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മമതാ ബാനർജിക്കും അറിയാം. മമതാ ബാനർജി അതുകൊണ്ട് ഈ കാര്യത്തിലൊന്ന് അയഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുമെന്ന് വിചാരിച്ചിരുന്ന ബംഗാളാണ്, വെസ്റ്റ് ബംഗാൾ. അവിടെ ഇത് വരുന്നുമ്പേ മമതാ ബാനർജി എന്ത് ചെയ്തു, പരവതാനി വിരിച്ചു കൊടുത്തു, വന്നോളൂ എന്ന് പറഞ്ഞു. പോരാത്തതിന് മമതാ ബാനർജിയുടെ ഇതേ സെറ്റപ്പ് തന്നെയാണ് മമതാ ബാനർജിയുടെ കൂടെയുള്ള ഒരാൾ പറഞ്ഞിരിക്കുന്നത് വരുന്നതൊക്കെ കൊള്ളാം, അതേസമയം വോട്ടർ പട്ടികയിൽ അർഹരായിട്ടുള്ള ആരെങ്കിലും പുറത്തു പോയാൽ ഞങ്ങളുടെ സ്വഭാവം മാറും. ഇത്രയും പറഞ്ഞിട്ട് ജനങ്ങളെ നോക്കി പറഞ്ഞു, കണ്ടോ ഞങ്ങൾ ഭീഷണിപ്പെടുത്തി, കണ്ടില്ലേ, നിങ്ങളെല്ലാം കേട്ടില്ലേ എന്നാണ് അവർ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതേ സംഭവം തന്നെയാണ് ഇവിടെയും. ഞാൻ ഇപ്പോഴും പറയുന്നു, എല്ലാത്തിൻ്റെയും പൂർണ്ണമായിട്ടുള്ള അധികാരം അവസാന കടിഞ്ഞാണെന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കയ്യിലാണ്. അത് വെറുതെ ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്ത് ആ ഭരണഘടന എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മുടെ രാജ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രത്തിൻ്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറുകൾ എന്തൊക്കെയാണെന്നും ചുമ്മാ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശരി.